വിൽക്കാൻ പാടില്ല എന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് 6 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുടിച്ചിട്ട് കാണുന്നത്. ഇപ്പോൾ ചാരായം വിൽപ്പന അത് വലിയ ആളായാൽ പോലീസ് ഒന്ന് പിടിക്കും. അതിനു വേണ്ടിയിട്ട് ചെറിയ കുട്ടികളിലാണ് വിൽപ്പനക്ക് കൊടുത്തയക്കുന്നത്. ഡീസലിട്ടിട്ട് ആ ഡീസലിട്ടിട്ട് കുടിച്ചിട്ട് അത് കച്ചവടമായില്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ അവരെന്തെടുത്ത് കുടിക്കും. അങ്ങനെയാണ് ഈ കൂടുതലും ഈ കൊച്ചുകുട്ടികൾ കുടിക്കാൻ പഠിച്ചത്. അപ്പോ അതിനെ നമ്മൾ ഏത് ധർമ്മക്കാരായാലും ഇല്ലാതാക്കിയിട്ട് നമ്മളെ കൊച്ചു കുട്ടികളെ നന്മക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നേ എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മൾക്ക് ഈശ്വരനും അല്ലാഹുവും യേശുവും എല്ലാ നന്മയും ചിന്മയും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ. മാനവികതയുടെ ഓരോ സന്ദേശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമ്മോട് ആശീർവദി സംസാരിക്കുന്നതിന് വേണ്ടി ഗോപാലനാചാരി അവരുടെ ക്ഷണിച്ചു. മാനവികതയെ ഉണർത്തുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ വേദിയിൽ. അതിൻ്റെ ഈ ഉദ്ഘാടന കർമ്മം ചെയ്ത നമ്മളെ എന്നെ നിൽക്കുന്ന അവർ പറയും, നമ്മുടെ ഈ നാടിൻ്റെയും എല്ലാവരെയും കാത്തു സൂക്ഷിച്ച നമ്മുടെ മതപണ്ഡിതനുമായ നമ്മുടെ UP സിസ്റ്റങ്ങൾ അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതിശമിച്ച ഇബ്രാഹിം സബീർക്ക അവരുടെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓർമ്മിച്ചുകൊണ്ട് ഈ മാനവികതയെ ഉണർത്തുന്നു എന്ന ആ വാക്യം നല്ലൊരു സമയത്താണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഏകദേശം അന്ന് രാവിലെ മുതൽ എൻ്റെ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോ നമ്മൾ ഈ സഖാബി രാത്രി 9 മണിക്കാണ് ഇത് ഉണർത്തുന്നത്. അപ്പോ നമ്മൾ ഈ അർളകത്തേക്ക് എന്തോ ഒരു മാറ്റം വരേണ്ട ഒരു സാധ്യത എന്നുള്ള ഒരു തെളിവാണ് അത്. അപ്പോ ഞാൻ ഫോണ് കട്ടാക്കി ആട് വെച്ചു. അപ്പോ നമ്മൾ ഈ മാനവികതയെ ഉണർത്തുന്നു എന്നുള്ളൊരു സന്ദേശം മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോ അർളകത്തെ ഈ യൂണിറ്റിന് എത്രയും ഈ ഉണർത്തുന്ന ഈ സന്ദേശം ഏവർക്കും ഉയരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഈ 2 വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി CPIM ബ്രാഞ്ച് കമ്മിറ്റി അർളടക്ക സെക്രട്ടറി C. ഗോപാലൻ അവരുടെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. ബഹുമാന്യനായ അധ്യക്ഷ ഉസ്താദ് MM ഇബ്രാഹിം സഖാഫി അവരുടെ അവരുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എന്നെ നെല്ലിക്കുന്ന് MLA അവർ, നമ്മുടെ എല്ലാം ആദരണീയനായ UPS തങ്ങൾ അവർ, അതുപോലെ തന്നെ നമ്മൾ ഈ വിഷയാവതരണം ഇവിടെ അവതരിപ്പിച്ച SMA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ അവരുടെ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ സന്നിധായിരുന്ന രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരെ, ഈ യോഗം വീക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശം, അതായത് SYSSS അർളടക്ക യൂണിറ്റിന്റെ മാനവിക സദസ്സ്, അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ അർളടക്ക ചന്ദ്രമ്പാറ ഈ പ്രദേശത്ത് ഇതുപോലെ തന്നെ SSFന്റെ നേതൃത്വത്തിൽ മദ്യത്തിനെതിരായിട്ടും മയക്കുമരുന്നിനെതിരായിട്ടും ഒരു പരിപാടി മുമ്പ് അവതരിപ്പിച്ചത് എന്റെ മനസ്സിൽ നല്ല ഓർമ്മയാണ്. ഇതുപോലുള്ള
നല്ല നല്ല സന്ദേശങ്ങൾ നമ്മൾ ഓരോരാളും ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇതിൽ രാഷ്ട്രീയം നോക്കേണ്ട, ജാതിയില്ല, മതമില്ല. നമ്മളിപ്പോൾ നമ്മുടെ കാസർഗോഡിന്റെ പല പല ഭാഗത്തും പല പല ജാതി മത സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാം. എന്നാലും നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അതുപോലെ തന്നെ BJP എന്നോ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ മാർക്സിസ്റ്റ് എന്നോ നമ്മൾ ഭേദമില്ലാതെ നാം ഒത്തൊരുമിച്ച് ഐക്യത്തോടെ ഇതുവരെക്കും നീങ്ങുന്നുണ്ട്. അതിന്റെ ഉത്തമ കാരണം നമ്മുടെ ഇവിടുത്തെ എല്ലാ സഹോദരി സഹോദരന്മാരും സ്നേഹാദരത്തോടെ കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ആർമടുക്ക. അത് ഇനി അങ്ങോട്ട് നിലനിൽക്കണം എന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ SYSSSFന്റെ ഈ മാനവിക സദസ്സ് ഗ്രാമങ്ങളിൽ അങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ട് ഇത് നല്ലൊരു പ്രചരണത്തിലേക്ക് എത്തിക്കുവാനും ഇതിന്റെ ഭാരവാഹികൾക്കും ഈ യൂണിറ്റിന്റെ സംഘാടകർക്കും ഇനി അങ്ങോട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് പറഞ്ഞ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ സുഹൃത്ത് OP അരീഫ പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ. കാരണം നമ്മുടെ ഐക്യം, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ